നമ്മളിന്ന് പോകാൻ പോണത് നമ്മുടെ വടക്കഞ്ചേരിയിലെ പാർവതി ഫ്ലവേഴ്സ് 41ാം നിറവിൽ അതിൻ്റെ വാർഷിക ആഘോഷമാണ്. തീർച്ചയായിട്ടും ഒരു ചെറിയൊരു പൂക്കട ഇത്രത്തോളം ഗംഭീരമായിട്ട് ഒരു പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ സ്വന്തം നാട്ടിൽ നടത്തുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഒന്ന് കാണാം. അതിൽ ആരൊക്കെയാണ് വിശിഷ്ട അതിഥികൾ വളരെ പ്രമുഖരാണ്. എന്തായാലും വീഡിയോ കണ്ടിട്ട് വരും. ഇവിടെ വേദി സന്നിഹിതരായ വൈശാഖ മാസ്റ്റർ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യുന്നില്ല. സ്വാഗത പ്രസംഗത്തിൽ ആ കാര്യം ഇവിടെ പറഞ്ഞു എന്നതുകൊണ്ട് വേദിയിൽ സന്നിഹിതരായ കലാ, സാഹിത്യ, സാംസ്കാരിക മറ്റിതര മേഖലകളിൽ ഏറ്റവും വ്യക്തിമുദ്ര പതിപ്പിച്ച ഏറ്റവും വിശിഷ്ടമായ വ്യക്തികൾ നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് പ്രിയപ്പെട്ട വാസുവേട്ടൻ്റെ പൂക്കടയായ പാർവതി ഫ്ലവേഴ്സിൻ്റെ 41ാം വാർഷികം കൊണ്ടാടുന്നതിന് വേണ്ടി. ഒരു കണക്കിന് ഞാനും വാസുവേട്ടനും അയൽവാസികളാണ്. വാസുവേട്ടൻ്റെ കട വേദിയിൽ വൈശാഖ മാഷ് ഉൾപ്പെടെയുള്ള ഒരുപാട് വിശിഷ്ട വ്യക്തികളുള്ളതാണ്. അപ്പോൾ എൻ്റെ തിരക്ക് കാരണം ഞാൻ ഉദ്ഘാടന പ്രസംഗം വരെ മാറ്റി നിർത്തിയിട്ട് തന്നെ MLA ഒക്കെ പറഞ്ഞിരിക്കുക, മാഷ് പറഞ്ഞോളൂ നോക്കണം. വാസു എന്ന് പറയുന്ന ആൾ വടക്കഞ്ചേരിക്ക്, പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു കലാകാരൻ, സാഹിത്യകാരൻ, കലയായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളുണ്ടെങ്കിൽ വാസുവിനെ കാണാതെ ഈ വടക്കഞ്ചേരി വിട്ടുകാർ പോകാതെ. അതിൻ്റെ കാരണം എന്താണെന്ന് നാട്ടുകാർ പരിശോധിക്കും. അത്ര സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. ഈ സ്നേഹം ഈസ്ബറ്റു വാസു എന്ന് പറയാം. അതാണ് എൻ്റെ ലക്ഷണം. വാസു എന്ന് പറഞ്ഞ് പൂക്കട നടക്കുന്നത് ശരി, മനുഷ്യൻ, ആ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നാട്ടുകാർക്ക് പോലും ഇത്രയും ഗൗരവമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലായിട്ട് അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ അത് അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ സിൻസിയറായിട്ടുള്ള മനോഭാവവും സ്നേഹിക്കാനുള്ള മനസ്സും അങ്ങനെ ഒരു വ്യക്തിയുടെ കാര്യമായതുകൊണ്ട് ഒരാളും ഒരു കാര്യങ്ങൾ നോക്കാതെ ഇവിടെ വന്നു ചേർന്നു. ഒരുപാട് തരത്തിലുള്ള പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നിരിക്കണം. അത് തന്നെ വേറെ ആർക്കും ചെയ്യാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചൊന്നും നടക്കില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹം മാത്രമാണെങ്കിലും ഏറ്റവും വലിയ ബോധതരം ആൾക്ക് സ്നേഹിക്കാൻ പറ്റുക, ഒരുപാട് ആൾക്കാരെ സ്നേഹിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അദ്ദേഹവും കുടുംബവും ഒരേപോലെ. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ആയുരാരോഗ്യവും സുഖവും സമൃദ്ധിയും ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ നിങ്ങളുടെ എല്ലാവരെയും സമപ്രകാരം ഞാൻ ഉടനെ ഇറങ്ങി പോവുകയാണ്. എനിക്ക് ഇരിക്കണമെന്നുണ്ട്, പക്ഷേ ഒരു നിവൃത്തിയില്ല, പോകാതെ നിവൃത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നു നിങ്ങളുടെ സമപ്രകാരം. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്, ഓ കട്ടെടുത്തതാരാണ്. പൊന്നുകൊണ്ട് വേലി കെട്ടിട്ടും എൻ്റെ കൽക്കണ്ടക്കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്, ഓ കൊയ്തെടുത്തതാരാണ്. പാട്ടുകാരനായിട്ട് അവാർഡ് കിട്ടിയത് എനിക്ക് ഇപ്പോഴാണ്. ഞാനൊരു 60 കൊല്ലം മുമ്പ് പാടിയിരുന്നു, ഇപ്പോഴും പാടുക. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, അത് ഗവൺമെൻറ് തലത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിലായത്. സന്തോഷമേ ഉള്ളൂ. ഒരു തരത്തിലുള്ള കാത്തിരിപ്പോ ഇങ്ങനെ കിട്ടിയില്ലെന്നുള്ള ദുഃഖമോ അങ്ങനെ ഒരു വിചാരമുള്ള ആളല്ലാത്തതുകൊണ്ട് വളരെ സന്തോഷം സ്വീകരിക്കുന്നു. അതിനൊരു അപ്രിയവുമില്ല. സമയമില്ല, ഇതിനൊക്കെ ഒരു സമയമുണ്ടെന്ന് പറഞ്ഞ മാതിരി സമയപ്പോൾ ആയിട്ടുള്ളൂ എന്നുള്ള ഉറച്ച മനസ്സോടെ ഞാനത് സ്വീകരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങളൊക്കെ കണ്ട് ഈ കാര്യം പറയാൻ പറ്റി 2 വാചകത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതുള്ളത് ഒരു സന്തോഷമുള്ള കാര്യം. എന്തായാലും ഈ കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല, നേരം വൈകി. ഞാൻ പോകുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന് എന്നെ ക്ഷണിച്ചപ്പോൾ അന്ന് ബുക്ക് ചെയ്ത് ഹൃദയം ഇവിടെ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ
വടക്കഞ്ചേരി പട്ടണത്തിൽ ഏതെങ്കിലും ഒരു സിനിമാ താരം വന്നാൽ വാസുദേവനെ കാണാതെ പോകില്ല. ഒന്നാമത് വടക്കഞ്ചേരി സെന്ററിൽ പ്രധാനപ്പെട്ട പോലെ ഇവിടെ വരാനും മലയാള സിനിമയുടെ ഷൂട്ടിംഗ് സദസ്സിൽ